ജനിക്കാനും മരിക്കാനും ആർക്കെങ്കിലും സർക്കാരിന്റെ അനുവാദം വേണോ? എന്നാൽ കേട്ടോളൂ, ലോകത്ത് ചിലയിടങ്ങളിൽ മരിക്കുന്നത് നിയമവിരുദ്ധമാണ്. കേൾക്കുമ്പോൾ വലിയ അതിശയം തോന്നാം, പക്ഷേ സത്യമാണ്. നമുക്ക് തികച്ചും അസംബന്ധമെന്ന് തോന്നുന്ന, എന്നാൽ ലോകത്ത് പലയിടത്തും കർശനമായി പാലിച്ചു പോരുന്ന വളരെ വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മരണത്തെ നിരോധിച്ച സ്ഥലങ്ങളെ കുറിച്ച് തന്നെ ആദ്യം പറയാം. നോർവേയിലെ ലോങ് ബിയൻ എന്ന നഗരത്തിൽ മരിക്കുന്നതിന് വിലക്കുണ്ട്. കടുത്ത തണുപ്പുള്ള ഇവിടെ മൃതദേഹങ്ങൾ അഴുകില്ല എന്നതും അതുവഴി രോഗങ്ങൾ പടരും എന്നതുമാണ് കാരണം. 1918 സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ നിന്ന് 80 വർഷങ്ങൾക്ക് ശേഷവും ജീവനുള്ള വൈറസിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ സെമിത്തേരികളിൽ ഒട്ടും സ്ഥലമില്ലാത്തതിനാൽ സ്പെയിനിലെ ലാൻജറോൺ, ഫ്രാൻസിലെ ചില നഗരങ്ങൾ, ബ്രസീലിലെ ബെരിറ്റിബ, മിറിം എന്നിവിടങ്ങളിലും മരണം നിരോധിച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രദേശങ്ങളിൽ വച്ച് മരണപ്പെടാൻ പാടില്ല. ഇറ്റലിയിലെ സെലിയയിലാകട്ടെ പ്രായമായവർ കൂടുതലുള്ളതിനാൽ രോഗം വരുന്നത് പോലും മേയർ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ജപ്പാനിലെ ഇറ്റ്സുകുഷിമ എന്ന പുണ്യദ്വീപിലും ജനന മരണങ്ങൾക്ക് വിലക്കുണ്ട്. മരണത്തിന് മാത്രമല്ല, നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും ലോകത്ത് വിലക്കുകളുണ്ട്. ഉദാഹരണത്തിന് സിംഗപ്പൂരിലെ ചൂയിങ്കം നിരോധനം. ട്രെയിനുകളുടെ ഡോർ സെൻസറുകളിലും ലിഫ്റ്റുകളിലും മറ്റും ആളുകൾ ചൂയിങ്കം ഒട്ടിച്ചു വെച്ച് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് 1992 സിംഗപ്പൂർ ഇതിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയത്. അതുപോലെ ഗ്രീസിലെ പുരാവസ്തു കേന്ദ്രങ്ങളിൽ ഹൈ ഹീൽസ് ധരിക്കുന്നതും 2009 മുതൽ നിരോധിച്ചിട്ടുണ്ട്. ചരിത്ര സ്മാരകങ്ങളിലെ മാർബിൾ തറകൾക്ക് കൂർത്ത ഹീൽസുകൾ കാരണം കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഈ ഒരു നിയമം. നിയമം തെറ്റിച്ചാൽ 900 യൂറോ വരെയാണ് പിഴ. ഇന്ത്യയിൽ സ്വന്തം കുട്ടികൾക്ക് ഇഷ്ടമുള്ള പേരിടാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ജർമ്മനി, ഐസ്ലാൻഡ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ കുട്ടികളുടെ പേര് സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അംഗീകരിക്കണം. ഓസ്ട്രേലിയയിലാകട്ടെ വോട്ട് ചെയ്തില്ലെങ്കിൽ $20 പിഴ അടയ്ക്കണം. അവിടെ വോട്ടിംഗ് എന്നത് വെറും ഒരു അവകാശമല്ല, നിയമപരമായിട്ടുള്ള കടമയാണ്. അതുപോലെ ആഫ്രിക്കൻ, കരീബിയൻ രാജ്യങ്ങളിൽ സാധാരണക്കാർ പട്ടാളക്കാരുടേതുപോലെയുള്ള ക്യാമഫ്ലാഷ് വസ്ത്രങ്ങൾ ധരിക്കുന്നത് ജയിൽ ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കാനും പകർച്ചവ്യാധികൾ തടയാനുമായി വെനിസിലും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നമ്മുടെ മുംബൈയിലും പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഈ നിയമങ്ങൾ വെറും തമാശയായോ അസംബന്ധമായോ ഒക്കെ തോന്നാം. എന്നാൽ ഓരോ നാടിന്റെയും കാലാവസ്ഥ, ചരിത്രം, അവിടുത്തെ ജനസംഖ്യ എന്നിവയെ അടിസ്ഥാനമാക്കി വളരെ കൃത്യമായിട്ടുള്ള കാരണങ്ങളോടെയാണ് ഈ നിയമങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു നാട്ടിലെ സാധാരണ ശീലം മറ്റൊരു നാട്ടിൽ വലിയ കുറ്റകൃത്യമായി മാറുന്നത് അങ്ങനെയാണ്. മിസ്റ്റർ സിസ്റ്റേമനാണ്.